ആശാവർക്കർമാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്തം മതര സംസ്ഥാനങ്ങൾക്കെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. ആശമാർക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് പുറമെ പ്രവർത്തന മികവിന് അധിക ആനുകൂല്യങ്ങളും വിവിധ ക്ഷേമ പദ്ധതികളിലും ആശാവർക്കർമാരെ ഉൾപ്പെടുത്തി. ദേശീയ ആരോഗ്യ മിഷന് കീഴിൽ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായമടക്കം നൽകുന്നതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ആശാവർക്കർമാർക്കേറെ ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടായത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദമാക്കിയത്? സുരേഷ്, പൊതുജന ആരോഗ്യം ശക്തിപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വവും ചുമതലയും സംസ്ഥാന സർക്കാരുകൾക്കാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വീണ്ടും ആവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ആശമാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. രാജ്യസഭയിൽ ഉയർന്ന ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മികവ് കാട്ടുന്ന ആശമാർക്ക് അധിക ആനുകൂല്യങ്ങൾ അനുവദിക്കാറുണ്ടെന്നും വ്യക്തമാക്കിയത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്ന 2000 രൂപയ്ക്ക് പുറമെ യൂണിഫോം, ID കാർഡ്, അതേപോലെ തന്നെ സൈക്കിൾ, മൊബൈൽ ഫോൺ, സിം കാർഡ്, ഡയറി എന്നിവയ്ക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ മികച്ച ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് അധിക ആനുകൂല്യങ്ങളും നൽകാറുണ്ടെന്നാണ് ഇപ്പോൾ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ 10 വർഷമെങ്കിലും ആശയായി ജോലി ചെയ്ത് വിരമിക്കുമ്പോൾ 20,000 രൂപ കേന്ദ്ര സർക്കാർ പ്രത്യേകമായി നൽകും. ഇതിനു പുറമെ 2018 മുതൽ PM ജീവൻ ജ്യോതി ഭീമാ യോജന, അതേപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നീ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും ആശമാർക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പ്രധാനമന്ത്രി ശ്രം യോഗിമാൻ ധൻ പദ്ധതി വഴി 60 വയസ്സിന് ശേഷം മാസം 3000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലും രാജ്യത്തെ ആശമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ രാജ്യസഭയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ രേഖാമൂലം മറുപടി നൽകിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.